നമസ്കാരം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പ് വരെ പിണറായി വിജയൻ ആത്മവിശ്വാസത്തിലായിരുന്നു തുടർ ഭരണകാര്യത്തിൽ. അദ്ദേഹം സകലരോട് പറഞ്ഞിരുന്നത് കേരളം അങ്ങനെയായി മാറിയിരിക്കുന്നു, ഇനി ഇവിടെ CPM മാത്രം ഭരിക്കും, ഒരു തർക്കവും വേണ്ട എന്നാണ്. ആ അമിതമായ ആത്മവിശ്വാസമാണ് പിണറായിയെ ധാർഷ്ട്യക്കാരനാക്കി മാറ്റിയതും പല നിയമവിരുദ്ധ പ്രവർത്തികൾക്കും പ്രേരിപ്പിച്ചതും. തൻ്റെ വിജയ ഫോർമുലയിൽ പിണറായി കൃത്യമായി മതവും ജാതിയുമൊക്കെ സമവാക്യമായി ചേർത്തിരുന്നു. കേന്ദ്ര സർക്കാരുമായും RSSുമായും കൃത്യമായി അന്തർധാരയ്ക്കും രൂപം കൊടുത്തിരുന്നു. അങ്ങനെ അവിടെയും ഇവിടെയും തൊടാതെ കൃത്യമായി തൻ്റെ ഭരണം ഉറപ്പിച്ചതിൻ്റെ പുറത്തായിരുന്നു ഉദ്യോഗസ്ഥ മേലാളന്മാർ തുടർ ഭരണത്തിന് വേണ്ടി ചരട് വലിച്ചത്. ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയതിലകും കിഫ്ബി CEO ഡോക്ടർ KM എബ്രാഹവും അടക്കമുള്ളവരാണ് പിണറായി 3യുടെ ശില്പികൾ. അവരാണ് പദ്ധതികൾക്ക് രൂപം കൊടുക്കുന്നത്. അവരുടെ ആത്മവിശ്വാസം അവർ പലരോടും തുറന്നു പറഞ്ഞിട്ടുണ്ട്. എന്നാൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ അവർക്ക് വലിയ ഞെട്ടലുണ്ടായി. 6 നഗരസഭകളിൽ 5ഉം ഭരിച്ചിരുന്ന CPMനെ കേവലം കോഴിക്കോട് നഗരസഭയിൽ മാത്രം ഒതുങ്ങേണ്ടി വന്നു. അതും കഷ്ടി ഭൂരിപക്ഷം കിട്ടി. കൊല്ലമൊക്കെ നഷ്ടപ്പെടുമെന്ന് CPM സ്വപ്നത്തിൻ്റെ വിദൂരതയിൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഗ്രാമപഞ്ചായത്തുകളിൽ ഭൂരിഭാഗവും UDF കൊണ്ടുപോയി. മാത്രമല്ല BJP പലയിടങ്ങളിലും വളർന്നു വന്നു. 13ൽ നിന്നും 30ലേക്ക് BJPയുടെ തദ്ദേശ സ്ഥാപനങ്ങളുടെ എണ്ണം വർദ്ധിച്ചു. CPMന് ഉറക്കം കെട്ടു. ഇങ്ങനെ പോയാൽ ഭരണം നഷ്ടപ്പെടുക മാത്രമല്ല, അടിമുടി CPIM ആടി ഉലയും, CPMന്റെ അടിവേര് ഇല്ലാതാക്കും എന്ന് പിണറായി തിരിച്ചറിഞ്ഞിരിക്കുന്നു. ശ്രദ്ധിക്കുക, ഇത് വലിയ അപകടം ചെയ്യും. ഭരണം നഷ്ടപ്പെടുകയും കുറച്ച് സീറ്റ് കുറയുകയും ചെയ്യുന്നത് പോലെയല്ല. CPMന്റെ അടിത്തറ ഇളകിപ്പോയാൽ അത് കൃത്യമായി BJPയുടെ വളമായി മാറും. പിണറായിക്ക് നന്നായിട്ട് അറിയാം. ഇപ്പോൾ CPM ആശങ്കപ്പെടുന്നത് അങ്ങനെ തന്നെയാണ്. ഒരു തോൽവി ഉണ്ടാവട്ടെ എന്ന് സഖാക്കൾ പറയുമ്പോഴും ഈ തോൽവി ഗൗരവമേറിയതാണെങ്കിൽ അത് CPMന്റെ അടിത്തറയെ ഇല്ലാതാക്കുമെന്ന് അവർ ഭയപ്പെടുന്നു. നേരത്തെ LDFും UDFും തമ്മിലായിരുന്നു മത്സരം. അത്തരം മത്സരം നടക്കുമ്പോൾ ഒരിക്കൽ UDF തോറ്റാൽ, ഒരിക്കൽ LDF തോറ്റാൽ അടുത്ത തവണ കിട്ടും. എന്നാൽ ഇവിടെ LDFിനും UDFിനും ഒപ്പം BJP വളർന്നു വന്നോ. ഏതാണ്ട് 30ലധികം സീറ്റുകളിൽ 2ാം സ്ഥാനത്തെത്തിയ സാഹചര്യമുണ്ട്. പല സീറ്റുകളിലും 1ാം സ്ഥാനത്തെത്തിയിരിക്കുന്നു. ഒട്ടേറെ മിടുക്കരായ നേതാക്കളുണ്ട്. ആ BJPയുടെ പടിപടിയായുള്ള വളർച്ച ഉറക്കം കെടുത്തുന്നത് CPMൻ്റെയാണ്. അതുകൊണ്ട് തന്നെ വിജയിച്ചില്ലെങ്കിലും പരമാവധി സീറ്റുകൾ നേടേണ്ടത് CPMൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? സകല പിടിവാശികളും ഉപേക്ഷിച്ച്, സകല കീഴ്വഴക്കങ്ങളും ലംഘിച്ച് എങ്ങനെയെങ്കിലും ജയിക്കുക എന്ന തരത്തിലേക്ക് CPM തന്ത്രം മാറുകയാണ്. അതുകൊണ്ടാണ് മരണം വരെ മുഖ്യമന്ത്രിയായിരിക്കണമെന്ന് ആഗ്രഹിച്ച് പിണറായി 3ാം ഭരണത്തിനും 3ാം തെരഞ്ഞെടുപ്പിനും നേതൃത്വം കൊടുക്കുന്നത്. നമ്മളൊക്കെ നേരത്തെ കേട്ടിരുന്നത് പിണറായി 2ാം ഭരണത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ തൻ്റെ അധികാരം ഉപേക്ഷിച്ച് മരുമകനെ ചുമതലപ്പെടുത്തുമെന്ന്. അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, ഗൗരവമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ രാജ്യത്ത് ഒരു ആശുപത്രിയിലും ചികിത്സിച്ചാൽ രോഗം മാറാത്തതുകൊണ്ട് അമേരിക്കയിൽ പോയി, ബൂർഷ്വാ രാജ്യമായ അമേരിക്കയിൽ പോയി ചികിത്സിക്കുക. ഡോക്ടർ ഷിജു ഖാനെ പോലുള്ളവരൊക്കെ തൊണ്ട കീറി കരയുകയാണ്. അമേരിക്കയെ തൊലയട്ടെ, അമേരിക്കയുടെ മേൽ തിരിച്ചടി ഉണ്ടാവും, അമേരിക്ക അനുഭവിക്കും, അമേരിക്ക അധിനിവേശം നടത്തുമെന്നൊക്കെ പറഞ്ഞ് അലറി വിളിച്ച് കരയുമ്പോൾ ഒറ്റ അക്ഷരം അമേരിക്കയെക്കുറിച്ച് പറയാതെ പിണറായി ചികിത്സയ്ക്കും വിനോദത്തിനുമായി അമേരിക്കയ്ക്ക് പോകണം. അങ്ങനെ അമേരിക്കൻ ഡോക്ടർമാരുടെ സഹായത്താലാണ് പിണറായി ജീവിച്ചിരിക്കുന്നത്. അത്ര ഗുരുതരമായ ഒരു ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തിനുണ്ട്. സംഭാഷണത്തിനും സംസാരത്തിനും ഒന്നും കുഴപ്പമില്ലെന്ന് മാത്രമേ ഉള്ളൂ. ആരോഗ്യ പ്രശ്നങ്ങൾ, അതുകൊണ്ടാണ് അദ്ദേഹം പൊട്ടിത്തെറിക്കുന്നത്. അദ്ദേഹത്തിന് വല്ലാത്ത ഇറിറ്റേഷനാണ് ആരോഗ്യ കാരണങ്ങളാൽ. പക്ഷെ പിണറായി മാറിയില്ല. ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു, ഒരു ഏകാധിപതിയും ഭരണം ഉപേക്ഷിച്ച് പോവില്ല, സ്വന്തം ആൾക്കാർക്ക് വേണ്ടി പോലും. ഏകാധിപതിക്ക് ഒരിക്കലും അധികാരമില്ലാതെ ജീവിക്കാൻ കഴിയില്ല. അവസാനത്തെ ശ്വാസം വരെ അവർക്ക് അധികാരം വേണം. അതുകൊണ്ട് പിണറായി മരുമകനെ ചുമതലയേൽപ്പിച്ചു പോകും എന്നത് തെറ്റായ ധാരണയായിരുന്നു. എന്നാൽ എല്ലാവരും കണക്കാക്കി ആരോഗ്യ പ്രശ്നമുണ്ട്, പാർട്ടിയുടെ ചില കർശനമായ നിയന്ത്രണങ്ങളുണ്ട്, 2 ടേമിൽ കൂടുതൽ ആരും മത്സരിക്കരുത് എന്നതാണ് CPMൻ്റെ നയം. ഇവിടെ 2 ടേം MLA അല്ല, മുഖ്യമന്ത്രി തന്നെയായി. ഇതിനു മുമ്പ് പലതവണ ജനപ്രതിനിധിയായി, പാർട്ടിയുടെ സെക്രട്ടറി എന്ന നിലയിൽ ദീർഘകാലം ഇരുന്നു. അതുകൊണ്ട് പിണറായിക്ക് മാന്യമായ റിട്ടയർമെൻറ്റ് ഉണ്ടാവും എന്നാണ് കരുതിയത്. പക്ഷേ ഒരു റിട്ടയർമെൻറ്റും താനില്ല. മരണം വരെ താൻ തന്നെയായിരിക്കും പാർട്ടിയെ നിയന്ത്രിക്കുന്നത്. മുഖ്യമന്ത്രിയായി മരിച്ചാൽ കിട്ടുന്ന ഒരു സ്വാധീനം, ഒരു ശക്തി അല്ലാതെ ലഭിക്കില്ല. അതുകൊണ്ട് മുഖ്യമന്ത്രിയായി തന്നെ മരണമാണ് വിധിയെങ്കിൽ പോവട്ടെ എന്ന അവസ്ഥയിലേക്ക് പിണറായി മാറിയിരിക്കുന്നു. അതുകൊണ്ടാണ് സംശയലേശമന്യേ പിണറായി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്നും ഈ തെരഞ്ഞെടുപ്പിനെ നയിക്കുമെന്നും പ്രഖ്യാപിച്ചത്. ഓർക്കണം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പിണറായി എത്ര കർശനമായാണ് 2 ടേം എന്ന നിയന്ത്രണം കൊണ്ടുവന്നത്. അങ്ങനെ എത്രയോ നേതാക്കന്മാരെ വെട്ടിയൊതുക്കി. മത്സര സാധ്യതയുള്ള, നല്ല കഴിവ് തെളിയിക്കാവുന്ന മന്ത്രിമാരാവേണ്ടവരൊക്കെ വെട്ടിയൊതുക്കി. അതിന് പല മാനദണ്ഡങ്ങളെടുത്തു. ശൈലജ ടീച്ചറിന് മത്സരിക്കാൻ അവസരം കൊടുക്കേണ്ടി വന്നു.
കാരണം ശൈലജ ടീച്ചറായിരുന്നു തിളക്കമേറിയ വിജയം രണ്ടാം സർക്കാരിന് കൊടുത്തത്. മാത്രമല്ല 2 ടേം ബാധകമായിരുന്നില്ല. പക്ഷേ എന്നിട്ടും ശൈലജ ടീച്ചറിനെ ഒഴിവാക്കാൻ വേണ്ടി, മന്ത്രിമാരിൽ ചിലരെ ഒഴിവാക്കാൻ വേണ്ടി പുതിയൊരു നിബന്ധന കൊണ്ടുവന്നു, പുതുമുഖങ്ങളായിരിക്കണം മന്ത്രിമാരെന്ന്. അങ്ങനെ ശൈലജ ടീച്ചറിനെ വെറും MLA ആക്കി മാറ്റി. തൻ്റെ മരുമകന് സീറ്റ് കിട്ടാനും മന്ത്രിയാകാനും എത്രയോ വളഞ്ഞ വഴിയിലൂടെ പോയി. കോഴിക്കോടിൻ്റെ പ്രതിനിധി ഉണ്ടാവണം, കാരണം ഇത് മന്ത്രിമാരെ തീരുമാനിക്കുമ്പോൾ ചില നിബന്ധനകളുണ്ട്. കോഴിക്കോടിൻ്റെ പ്രതിനിധി അതും റിയാസ് ആയിരിക്കണം. അപ്പോൾ പ്രദീപ് കുമാറിന് സീറ്റ് കൊടുത്തില്ല. കോഴിക്കോട് ഏറ്റവും ജനകീയ നേതാവ് പ്രദീപ് കുമാറാണ്. അപ്പോൾ പ്രദീപ് കുമാർ അവിടെ മത്സരിച്ച് ജയിച്ചാൽ കോഴിക്കോടിൻ്റെ പ്രാതിനിധ്യം പ്രദീപ് കുമാറിന് പോകും. അതുകൊണ്ട് പ്രദീപ് കുമാറിനെ ഒഴിവാക്കി. മുസ്ലിം പ്രതിനിധി എന്നൊരു പരിഗണന വരും. അപ്പോൾ സീനിയർ ആയിരിക്കുന്ന അബ്ദുൽ ഖാദറിന് കൊടുക്കേണ്ടി വരും. ഗുരുവായൂർ അദ്ദേഹത്തിന് സീറ്റ് നിഷേധിച്ചു. ഇത്തരത്തിൽ എല്ലാ അർത്ഥത്തിലും പിണറായി കൃത്യമായ തന്ത്രങ്ങൾ ഒരുക്കി. 5 തവണ വീതം ജയിച്ച സുരേഷ് കുമാറിനെ രാജു എബ്രാഹിമിനെയും സീറ്റ് കൊടുത്തില്ല. EP ജയരാജന് സീറ്റ് കൊടുത്തില്ല. അങ്ങനെ കഴിവുള്ളവരും തന്നേക്കാൾ ഷൈൻ ചെയ്യാനിടയുള്ളവരുമായ എല്ലാവരെയും മാറ്റി നിർത്തി പിണറായി വിജയൻ. അങ്ങനെയാണ് കഴിഞ്ഞ തവണ കൊണ്ടുവന്നത്. അതെല്ലാം മാനദണ്ഡമായി. തോമസ് ഐസക് അധികാരത്തോട് വലിയ മോഹമുള്ളയാളാണ്. വലിയ വായിൽ ആദർശം പറയുമെങ്കിലും അധികാരമില്ലാതെ ജീവിക്കാൻ പ്രയാസമാണ്. തോമസ് ഐസക് ഒരുപാട് മോഹിച്ചതാണ് അധികാരം. എപ്പോഴും അധികാര കസേരയിരിക്കണം. ആ അധികാരം അനുഭവിച്ച് സുഖം തീരാത്ത ആൾ. അഴിമതി നടത്തുമെന്ന് എനിക്കറിയില്ല, പക്ഷെ അധികാരത്തിൻ്റെ സുഖം അനുഭവിക്കുന്ന ആളാണ്. ഒടുവിൽ തോമസ് ഐസക് വളഞ്ഞ വഴിയിലൂടെ പത്തനംതിട്ട ലോക്സഭയിൽ മത്സരിച്ച് ഉറപ്പായും LDFന് കിട്ടാവുന്ന ഒരു സീറ്റ് നഷ്ടപ്പെടുത്തി കൊടുത്തു. തോമസ് ഐസക്കിൻ്റെ വെടുവായിത്തരമൊക്കെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലാക്കി. ഇപ്പോഴിതാ ഐസക് അരൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുക, അരൂർ മത്സരിക്കാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാധിച്ചേക്കും. കാരണം വിജയസാധ്യത മാത്രമാണ് നോക്കാൻ പോകുന്നത്. പിണറായിക്കറിയാം താൻ ചുമതലക്കാരനായിരിക്കുന്നിടത്തോളം കാലം എല്ലാവരെയും അനുസരിപ്പിക്കാൻ അറിയാമെന്ന്. അതുകൊണ്ട് സകല നേതാക്കളോടും, വിജയസാധ്യതയുള്ള സകല നേതാക്കളോടും മത്സരിക്കാൻ പറഞ്ഞു. ഒരുമാതിരിപ്പെട്ട എല്ലാ മന്ത്രിമാരും മത്സരിക്കും, ആർക്കും ഒഴിവുണ്ടാവില്ല. ഒരുമാതിരിപ്പെട്ട എല്ലാ മന്ത്രിമാരോടും മത്സരിക്കാൻ അനുമതി കൊടുക്കും. ഈ തീരുമാനം കൊണ്ട് സാധാരണക്കാർ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഇവർ വെറുത്ത ചില മന്ത്രിമാരോട്, ഉദാഹരണത്തിന് വീണ ജോർജ്. കേരള ജനത ഏറ്റവും കൂടുതൽ വെറുത്ത ഒരു മന്ത്രിയാണ് വീണ ജോർജ്. ഈ മന്ത്രിമാരെല്ലാം മത്സരിക്കട്ടെ എന്ന് വെക്കുമ്പോൾ വീണ ജോർജ് എന്തായാലും ആറന്മുളയിൽ മത്സരിക്കും. ഏത് കുറ്റിച്ചൂലിനെ കൊണ്ട് നിർത്തിയാലും അവിടെ വിജയം ഉറപ്പിക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസം ജനങ്ങൾക്കുണ്ട്. കാരണം അത്രമാത്രം വീണ ജോർജ് ജനതയെ വെറുപ്പിച്ചിരുന്നു. 8 മണിക്കാണ് വോട്ടെണ്ണൽ തുടങ്ങുന്നതെങ്കിൽ 7 മണിക്ക് തന്നെ വീണ ജോർജിൻ്റെ തോൽവി ഉറപ്പാണെന്നാണ് ആറന്മുളക്കാർ പറയുന്നത്. ഇത്തരത്തിൽ ചില ഗുണങ്ങളുണ്ടെങ്കിലും പിണറായി വിജയൻ നോക്കുന്നത് ജയിക്കാനുള്ളവർ ജയിക്കട്ടെ എന്നാണ്. മാത്രമല്ല തോമസ് ഐസക്കിനെ പോലെ മാറി നിൽക്കുന്ന പ്രധാനപ്പെട്ട ആളുകൾ പലരും മത്സരിക്കേണ്ടി വരും. പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ ഗോവിന്ദമാഷ് മത്സരിക്കില്ല. തളിപ്പറമ്പിൽ വേറെ സ്ഥാനാർത്ഥി നോക്കേണ്ടി ഒരുപക്ഷെ EP ജയരാജനോ MV ജയരാജനോ സീറ്റ് കൊടുത്തുന്നവരെ. എന്തായാലും P ജയരാജൻ പ്രതീക്ഷിക്കേണ്ടതില്ല. തളിപ്പറമ്പിൽ ഗോവിന്ദമാഷർക്ക് മാറി നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാവും. അപ്പോൾ പകരം പിണറായി വിശ്വസ്തനായ ആളുകളെ അങ്ങോട്ട് കൊണ്ടുവരാം. അതേസമയം കൂത്തുപറമ്പിൻ്റെ കാര്യത്തിൽ അവർക്കൊരു ആശങ്കയുണ്ട്. കാരണം KP മോഹനാണ് MLA. ഒരുപക്ഷെ മുന്നണി വിട്ടു പോയേക്കാം RJD എന്നൊരു തോന്നലും സാഹചര്യവുമുണ്ട്. അത്തരം സാഹചര്യത്തിൽ അവിടെ അവർക്ക് ഒരു സ്ഥാനാർത്ഥിയെ പ്ലേസ് ചെയ്യാൻ കഴിയും. ഇപ്പം CPM നേടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി ഒരുപാട് പുതിയ ആളുകൾക്ക് അവസരം കൊടുത്തതുകൊണ്ട് തന്നെ, അവരിൽ മിക്കവരും ജയിച്ചതുകൊണ്ട് തന്നെ അവരെ മാറ്റി പരീക്ഷിക്കാൻ കഴിയില്ല. ഇപ്പോൾ തോമസ് ഐസക്കിൻ്റെ കാര്യമെടുക്കുക. തോമസ് ഐസക്കിനെ അരൂര് മത്സരിക്കുന്ന തടസ്സം അതാണ്. സിറ്റിംഗ് MLA ആദ്യമായി മത്സരിച്ചതാണ്. അപ്പോൾ തോമസ് ഐസക്കിൻ്റെ സ്ഥലം കണ്ടുപിടിക്കണം. കായംകുളമാണ് പിന്നെ പ്രതീക്ഷ. കാരണം കായംകുളത്ത് പ്രതിഭാരിയെ മാറ്റുന്ന സാഹചര്യം ഉണ്ടായേക്കും. ഇത്തരത്തിൽ ഈ നേതാക്കളെയൊക്കെ എവിടെ കൊണ്ട് പ്ലേസ് ചെയ്യും എന്ന പ്രശ്നമുണ്ട്. എന്തായാലും CPM രണ്ടും കൽപ്പിച്ചാണ് ഭരണം ഉറപ്പിക്കാൻ വേണ്ടി ആർക്ക് വേണമെങ്കിലും സീറ്റ് കൊടുക്കാം, വിജയസാധ്യത ഉണ്ടായാൽ മാത്രം മതി. ഇനി ചിലയിടങ്ങളിൽ സ്വതന്ത്രരെ നിർത്തിപ്പോലും പരീക്ഷിക്കുമെന്ന് കരുതുന്നു. എവിടെയാണോ അവർക്ക് വീഴ്ച പറ്റിയിരിക്കുന്നത് അവിടെയൊക്കെ വീഴ്ച പരിഹരിച്ചുകൊണ്ട് വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയെ കണ്ടെത്തി മത്സരിപ്പിച്ച് അധികാരം ഉറപ്പിക്കാനാണ് നീക്കം. അതുകൊണ്ടാണ് അവസാനത്തെ ഊഴമെന്ന് കണക്കാക്കപ്പെട്ടിരുന്ന MM മണി തന്നെ ഒരുപക്ഷെ ഉടുമ്പൻചോലയിൽ മത്സരിച്ചേക്കുമെന്ന് റിപ്പോർട്ട് പുറത്തു വരുന്നത്. ഹർഷൻ പൂപ്പാറക്കാരൻ എന്ന മാധ്യമപ്രവർത്തകൻ നികേഷ് കുമാർ മത്സരിച്ചപ്പോൾ മുതൽ ഒരു സീറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നതാണ്. ഇക്കുറിയും അദ്ദേഹത്തിന് മോഹമുണ്ട്. പക്ഷേ മണിയെ തന്നെ മത്സരിപ്പിക്കേണ്ട സാഹചര്യം രൂപപ്പെട്ടു വരുന്നു എന്നാണ് വ്യക്തമാവുന്നത്. CPMന് റിസ്ക് എടുക്കാൻ പ്രയാസമാണ്. അതേസമയം കേരള കോൺഗ്രസ് ചില അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട്. ഇതിൽ പിണറായി അസ്വസ്ഥനാണ്. കഴിഞ്ഞ തവണ 13 സീറ്റ് കൊടുത്തെങ്കിലും വലിയ പ്രതിഷേധമുണ്ടായപ്പോൾ കുറ്റ്യാടി തിരിച്ചു മേടിച്ചിരുന്നു. ഇക്കുറി 13 സീറ്റ് വേണം. അന്ന് വാക്ക് നൽകിയതാണ്. കുറ്റ്യാടി അല്ലെങ്കിൽ പേരാമ്പ്ര, അതുമല്ലെങ്കിൽ തിരുവനന്തപുരം എന്ന നിലപാടാണ് കേരള കോൺഗ്രസിനുള്ളത്. എന്നാൽ പിണറായി പറയുന്നത് ആകപ്പാടെ 12 സീറ്റ് കൊടുത്തിട്ട് 5 സീറ്റ് മാത്രമാണ് ജയിച്ചത് കേരള കോൺഗ്രസ്. ഓർക്കണം, LDF തരംഗമുണ്ടായിരുന്നു. LDF തരംഗത്തിനിടയിലും 12 സീറ്റിൽ 50% പോലും വിജയിച്ചില്ല. അതേസമയം CPM 3-2 ജയിച്ചു. അത്തരമൊരു സാഹചര്യം ഇപ്പോഴും ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് കൂടുതൽ സീറ്റ് കുറയ്ക്കണം എന്നാണ് CPMൻ്റെ ആഗ്രഹം. കേരള കോൺഗ്രസിൻ്റെ 1-2 സീറ്റ് കുറയ്ക്കണം, 10 സീറ്റിലേക്ക് കുറയ്ക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ജോസ് കെ മാണി മുന്നണി വിടും എന്ന ഒരു ഭീഷണിയാണ് ഉയർത്തുന്നത്. പക്ഷേ UDF എടുക്കില്ല. UDFന് അതിനുള്ളൊരു സാധ്യതയില്ല, സാഹചര്യമില്ല.
ലീഗിന് സീറ്റ് അധികം കൊടുക്കേണ്ടി വരും. ഒരുപക്ഷെ RJD അടുത്തുനിന്ന് വരാം. പക്ഷേ ജോസ് കെ മാണിയെ പോലൊരു പാർട്ടി എടുക്കാവുന്ന ഒരു സാഹചര്യം UDF ഇല്ല എന്നതാണ് അവസ്ഥ. എന്തായാലും CPM ജയിക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടി ഏതറ്റം വരെ പോവാൻ, ഏത് തന്ത്രവും സ്വീകരിക്കാൻ, ഏത് പിശാചിനെയും മത്സരിപ്പിക്കാൻ തീരുമാനിച്ച് മുമ്പോട്ട് പോവുകയാണ്.